സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സങ്കീർത്തനം 42 5 വാക്യം വായിക്കുകയാണ്. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ ആത്മാവേ, എൻ്റെ ആത്മാവേ. ആത്മാവ് എവിടെയാണുള്ളത്? എവിടെയാണ് ആത്മാവുള്ളത്? എത്ര പേർക്ക് ആത്മാവുണ്ട്? കൈ ഉയർത്താമോ? എന്താണോ സംശയമാണോ നിങ്ങൾക്ക്? അല്ല, ഞാൻ എല്ലാവരോടുമല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുന്നു, എല്ലായ്പ്പോഴും സംസാരിക്കുക. എന്നാൽ എപ്പോഴെങ്കിലും ആത്മാവിനോട് സംസാരിച്ചിട്ടുണ്ടോ? ബൈബിളിൽ നിങ്ങൾ നോക്കുക, ഒരുപാടിടങ്ങളിലും ഭക്തന്മാർ അവരുടെ ആത്മാവുമായി സംസാരിക്കുന്നത് അറിയാം. എൻ്റെ ആത്മാവേ. വിശ്വാസമില്ലാത്തവരും പറയുന്നത് കേൾക്കാം. എൻ്റെ ആത്മാവേ, തിന്നുക, കുടിക്കുക, ഉല്ലസിക്കുക. അനേകം വർഷങ്ങളിലേക്ക് നിനക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം പറയുന്നു, മൂഢ, ഈ രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നീ സമ്പാദിച്ചതെല്ലാം എവിടെ പോകും? എന്താണ്? എപ്പോൾ നോക്കിയാലും നമ്മുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നത്, സന്തോഷിപ്പിക്കുന്നത്, ആനന്ദകരമായി കാര്യങ്ങൾ ചെയ്യുന്നത്, ആത്മാവിന് ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ എപ്പോഴും ഭക്തൻ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണുള്ളത്? നിന്റെ ആത്മാവിന്റെ സംരക്ഷണം ആരുടെ കയ്യിലാണെന്ന് നീ മറന്നുപോയിരിക്കുന്നു. നിന്റെ പ്രാണൻ നിന്റെ കയ്യിലല്ല. ആരുടെ കയ്യിലാണ്? നിന്നെ സൃഷ്ടിച്ചതായ സൃഷ്ടികർത്താവിൻ്റെ കയ്യിലാണുള്ളത്. നിന്റെ ആത്മാവിനെയും മറന്നുകൊണ്ട് നിന്റെ ഇഷ്ടമുള്ളതുപോലെ നീ ജീവിക്കുകയാണെങ്കിൽ കർത്താവ് പറയുകയാണ്, അയ്യോ നിനക്ക് കഷ്ടം. ഒരുപക്ഷെ ഈ ദിവസം നീ നിന്റെ ആത്മാവിനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ടാവാം. നീ എത്രമാത്രം സന്തോഷിപ്പിച്ചിരുന്നാലും ശരി, അത്രയും ആത്മാവ് ഞെരുങ്ങുകയാണ്, അത്രയും നിരാശപ്പെടുകയാണ്, അത്രത്തോളം മടുപ്പുണ്ടാവുകയാണ്, അത്രത്തോളം ദുഃഖമുണ്ടാവുകയാണ്. കണ്ടിട്ടില്ലേ? മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ഓടുവാനിടയാകും. അവസാനം നിരാശനായിട്ട് തളർന്ന് ഇരിക്കുന്നത് കാണാം. ഇവിടെ ഈ ഭക്തൻ തൻ്റെ ആത്മാവിനെ പരിശോധിക്കുകയാണ്. തൻ്റെ മനസ്സ് എങ്ങനെയായിരിക്കുന്നു? എൻ്റെ മനസ്സെങ്ങനെയുണ്ട്? എന്താണ്? പ്രാണനുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതെവിടെ സ്ഥിതി ചെയ്യുന്നു എന്നറിയാമോ? ആത്മാവ് എവിടെയാണ്? നമ്മുടെ ആത്മാവ് ബ്രെയിനിലാണോ, ഹൃദയത്തിലാണോ, എവിടെയാണുള്ളത്? അറിയാമോ? ആർക്കും അറിയില്ല. എന്നാൽ അതുണ്ടോ ഇല്ലയോ? ഉണ്ട്. നിങ്ങൾക്കുണ്ടോ ഇല്ലയോ? എൻ്റെ മനസ്സിന് നല്ല സുഖമില്ലെന്ന് പലപ്പോഴും പറയാറുണ്ട് ആളുകൾ ഓരോ സ്ഥലങ്ങളിൽ. മോളെ ചോറ് കഴിക്കുന്നു പറഞ്ഞാൽ എനിക്ക് നല്ല സുഖമില്ല, എൻ്റെ മനസ്സിന് സുഖമില്ല. എന്താണ് കഴിക്കാതിരിക്കുന്നത്? പറഞ്ഞില്ലേ എൻ്റെ മനസ്സിന് നല്ല സുഖമില്ലെന്ന്. എങ്ങനെയാണ് മനസ്സിന് സുഖമില്ലാതിരിക്കുന്നത്? എങ്ങനെയാണ് സന്തോഷത്തോടെ ആയിരിക്കുന്നത്? എങ്ങനെയാണ് ഉല്ലാസത്തോടെ ആയിരിക്കുന്നത്? ചിലപ്പോൾ പറയും, ഇന്നെനിക്ക് നല്ല സന്തോഷമുണ്ട്, മനസ്സിന് നല്ല സുഖം തോന്നുന്നുണ്ട് എന്ന് പറയാറുണ്ട്. എന്നാൽ മറ്റു ചില ദിവസങ്ങളിലാണെങ്കിൽ ആരെങ്കിലും നമ്മെ പുകഴ്ത്തുകയാണെങ്കിൽ, നീ നല്ലതായിട്ടിരിക്കുന്നു, നല്ലവണ്ണം പാടുന്നുണ്ട്, നിന്റെ സ്വഭാവം നല്ലതാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ, അതുപോലെ നിനക്ക് നല്ല കഴിവുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് കേട്ടിട്ട് ബുറുക്കു 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 എന്ന് സൈക്കിൾ പമ്പിൽ കാറ്റടിക്കുന്ന പോലെ ചിലർ പൊങ്ങി വരും. എന്നാൽ ആരെങ്കിലും പറയുകയാണ്, ഛേ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നിന്നെക്കാട്ടി നല്ലവൻ മറ്റവനാണെന്ന് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് കാറ്റടിച്ചു പോകും. എന്താണ്? സൈക്കിളിൻ്റെ ടയറിൽ കാറ്റടിക്കുന്നതായ സമയത്ത് ആരെങ്കിലും സൂചി വെച്ചൊന്ന് കുത്തുകയാണെങ്കിൽ അത് ചുരുങ്ങിപ്പോകത്തില്ലേ? അതുപോലെ ചുരുങ്ങിപ്പോകുന്ന കാണാം. നമ്മളിൽ അനേകം ആളുകൾ ഓരോ സാഹചര്യം അനുസരിച്ച്, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളതായ മനുഷ്യർ പറയുന്നതനുസരിച്ച്, പുകഴ്ത്തലനുസരിച്ച്, അവർ പറയുന്നത് ഓരോ വാക്കനുസരിച്ച്, സാഹചര്യം അനുസരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് ചില സമയത്ത് ഉയർന്നു വരുന്നത് കാണാം, ചിലപ്പോൾ താഴ്ന്നു പോകുന്നത് കാണാം. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും അത് സ്ഥിരമായി തന്നെ ഇരിക്കും. ഇവിടെ ഭക്തൻ പറയുന്നു, എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ഞരങ്ങുന്നതായ മനസ്സ്, നിരാശപ്പെട്ടിരിക്കുന്നതായ മനസ്സ്. ഈ ഭൂലോകത്തിൽ നാം ജീവിക്കുന്ന സമയം നമ്മുടെ മനസ്സിനെ നിരാശപ്പെടുത്തുന്നതായ വിഷയങ്ങൾ പലപ്പോഴും ഉണ്ടാകും. നീ നല്ലവണ്ണം പ്രിപ്പയർ ആയിട്ട്, ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തിട്ട്, നീ പല പല രീതിയിലും ഒരുങ്ങിയിട്ട് കറക്റ്റ് സമയത്തിന് ഇൻ്റർവ്യൂവിന് ചെന്ന് ഞാൻ സെലക്ട് ആകും എന്ന് ചിന്തിച്ച സമയത്ത് സെലക്ട് ആകുന്നില്ല എങ്കിൽ നിന്റെ മനസ്സിൻ്റെ അവസ്ഥ അപ്പോൾ എങ്ങനെയായിരിക്കും? മനസ്സ് മൂകമായി പോകും. പല ആൾക്കാരും പറയാറുണ്ട്, എന്താണ്? മൂകമായി പോകും.
ഇനി ഞാൻ പോകത്തില്ലെന്ന് പറയും, എന്നാൽ വീണ്ടും പോവുകയും ചെയ്യും. എന്താണ്? ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായി സംഭവിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഫെയിലായി പോയി എന്ന് കേൾക്കുന്ന സമയത്ത് യൗവനക്കാരൻ്റെ മനസ്സിൽ എത്രമാത്രം നിരാശ ഉണ്ടാകുമെന്നറിയാമോ? പല ആളുകളും ഇന്ന് ചെറിയ വിഷയത്തിന് 10ാം ക്ലാസ്സിൽ പാസ്സായില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത അനേകരുണ്ട്. തളർന്നു പോകുന്നതായ ആളുകൾ. പ്രതീക്ഷയ്ക്കപ്പുറം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിരാശപ്പെട്ടു പോകുന്നതായ സമയത്ത്, ആകസ്മികമായി നാം ചിന്തിക്കാത്ത ആളുകൾ മരിച്ചു പോകുന്നതായ സമയത്ത് എത്രമാത്രം മനസ്സിൽ സങ്കടമുണ്ടാകുമെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ആ ദുഃഖം താങ്ങുവാൻ കഴിയാതെ ആഹാരം പോലും കഴിക്കാതെ ചിലർ കരയുന്നത് കാണാൻ കഴിയും. ചില സമയത്ത് നാം പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വന്നിട്ട് നമ്മുടെ വീട് തകർന്നു പോവുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം വിജയവാഡയിലെ മീറ്റിംഗിൽ ഒരു സഹോദരി വന്നിട്ട് കരയുകയാണ്. എന്തുപറ്റി സഹോദരി എന്ന് ചോദിച്ചു. ബ്രദർ, ഞങ്ങൾക്കൊരു വീടേ ഉണ്ടായിരുന്നുള്ളൂ. റോഡ് പണിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വീടെല്ലാം നശിപ്പിച്ച് കളയാനിടയായി. ഇപ്പോൾ ഞങ്ങൾക്ക് താമസിക്കുവാൻ എവിടെയും ഇടമില്ല. അവിടെ നിന്നും ഇവിടുന്നൊക്കെ കടം വാങ്ങിയിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു ചെറിയ വീട് പണിയുവാനിടയായത്. റോഡ് പണിക്കാർ വന്നിട്ട് ബുൾഡോസർ വന്നിട്ട് ഇടിച്ചു കളഞ്ഞപ്പോൾ അവരുടെ മനസ്സിന് വളരെ ദുഃഖമുണ്ടാകുവാനിടയായി. ആ ദുഃഖം സഹിക്കാതെ അവർ നിലവിളിക്കുകയാണ്. എത്രയോ ആളുകൾ കൊടുങ്കാറ്റിലും പ്രളയത്തിലും അകപ്പെട്ട് അവരുടെ ബന്ധുക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത്, വിനോദയാത്രയ്ക്ക് പോയതായ ഒരു മകൻ വെള്ളത്തിൽ വീണുപോയ സമയത്ത്, സ്കൂളിൽ പോകാൻ ഇറങ്ങിയതായ മകൻ മരിച്ചുപോയി എന്ന് വാർത്ത കേൾക്കുമ്പോൾ മാതാവിന്റെ ഹൃദയത്തിൽ എത്ര വേദന ഉണ്ടാകും! വളരെ നിരാശപ്പെടും, ദുഃഖിക്കാനിടയാകും. ഈ കാലത്ത് അങ്ങനെ വേദന അനുഭവിക്കുന്ന അനേകം ആളുകളെ കാണാൻ കഴിയും. ചിലരാണെങ്കിൽ മാനസികമായി തകർന്നിരിക്കുന്നത് കാണാം. ബിസിനസ്സിൽ ചെറിയൊരു നഷ്ടമുണ്ടായാൽ മതി അവർക്ക്. ബിസിനസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഉണ്ടായ നല്ല ലാഭമുണ്ടാകും, അല്ലെങ്കിൽ ഒന്നും കാണില്ല. ഇടയ്ക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ കാണുകയില്ല. അതിനൊരു ന്യൂട്രലിന്റെ അവസ്ഥയില്ല. അതുകൊണ്ട് ലാഭം വരുമ്പോൾ പൊങ്ങരുത്, നഷ്ടം വരുമ്പോൾ നിരാശപ്പെടരുത്. കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിക്കുക. അല്ലാതെ ലാഭം വരുമ്പോൾ ഒരുപാട് സന്തോഷിച്ചിട്ട് നഷ്ടം വരുമ്പോൾ നിരാശപ്പെട്ടാൽ നിന്റെ സന്തോഷം മുഴുവൻ തകർന്നു പോകും. അനേക വിഷയങ്ങളിൽപ്പെട്ട് മനുഷ്യൻ വേദന അനുഭവിക്കുന്നുണ്ട്. നിരാശ അനുഭവിക്കുന്ന അനേകരെ കാണാൻ കഴിയും. എന്താണ്? ലോകത്തിലെ മനുഷ്യനെ വിശ്വസിച്ചിട്ട് അവർ വഞ്ചിതരായി പോകുന്നു. ഞാൻ അവനെ വിശ്വസിച്ചാണ് കൊടുത്തത്. വിശ്വസിച്ചിട്ട് കൊടുത്തപ്പോൾ അവൻ എന്നെ പറ്റിച്ചിട്ട് കടന്നുപോയി എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് വേദനിക്കുന്ന അനേകം ആളുകളെ കാണാം. പണം മാറ്റിവെച്ച് പല രീതിയിലും സ്വരൂക്കൂട്ടി വയ്ക്കുന്ന അനേകരെ കാണാൻ കഴിയും. പാവം അങ്ങനെ പണം സ്വരൂക്കൂട്ടി ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനോ പോകാനിരിക്കുമ്പോൾ അത് മൊത്തം നഷ്ടപ്പെടുന്ന സമയത്ത്, അയ്യോ 5 വർഷമായിട്ട് ഞാൻ സ്വരൂക്കൂട്ടിയത് മൊത്തം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കും? ഒരു നിമിഷം ചിന്തിക്കുക. നിരാശപ്പെടാനിടയാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഞരങ്ങുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് അതിനുള്ള അവസ്ഥ വന്നിട്ടില്ല. ഞങ്ങൾക്ക് സുഖമാണ്. എപ്പോഴും ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, ഗ്യാരണ്ടി എന്ന് പറയണ്ട. ഇപ്പോൾ പ്രശ്നമില്ലെങ്കിൽ നാളെ പ്രശ്നമുണ്ടാകാം. ഇപ്പോൾ വരെ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മഹത്വമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാണ്. എന്താണത്? ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തവണ നിരാശ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ. ആ മാനസിക വേദന എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രസംഗം തന്നെ മാറിപ്പോയേനെ. കാരണം അതിൻ്റെ അനുഭവം എന്താണെന്ന് എനിക്ക് അറിയുകയില്ലായിരിക്കാം. ദൈവദാസൻ പ്രസംഗം തയ്യാറാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. എന്നാൽ ദൈവം പ്രസംഗകരെയാണ് തയ്യാറാക്കുന്നത്. അതാണ് ബൈബിളിന്റെ രീതി. ഹൃദയത്തിൽ നിന്ന് വരുന്നതായ പ്രസംഗം ഹൃദയത്തെ ടച്ച് ചെയ്യാനിടയാകും. ബുദ്ധിയിൽ നിന്ന് വരുന്നതായ പ്രസംഗം ബുദ്ധിയെ ടച്ച് ചെയ്യും. ബുദ്ധിക്കല്ല വേണ്ടത് ഭക്തി, വിശ്വാസം വേണ്ടത് ഹൃദയത്തിനാണ്. ക്രിസ്തീയ വിശ്വാസം ഹൃദയത്തിനാണ് വേണ്ടത്. അല്ലാതെ അത് തലച്ചോറിനെ സംബന്ധിച്ചതോ ബുദ്ധിക്ക് സംബന്ധിച്ചതോ ഉള്ള വിശ്വാസം അല്ല. നിരാശപ്പെടുന്ന സമയത്ത്, നാം വേദന അനുഭവിക്കുന്നതായ സമയം, അപമാനിക്കപ്പെടുന്നതായ സമയത്ത്, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ട സമയത്ത്, നാം നനയ്ക്കാത്തതായ അവസ്ഥകൾ ഉണ്ടാകുന്ന സമയത്ത് നാം നിരാശപ്പെട്ടു പോകും. അത് രാജാവാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും മനുഷ്യൻ തീർച്ചയായും നിരാശപ്പെടും. സാഹചര്യങ്ങൾ എപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ ബാധിക്കുവാൻ ഇടയാകും. എന്നാൽ ഒരു വ്യക്തി ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയാണെങ്കിൽ, ആ ഭക്തൻ പറയുകയാണ്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. മനസ്സ് വിഷാദപ്പെടും, ഞരങ്ങുവാനിടയാകും, വളരെ ദുഃഖം ഉണ്ടാകുവാനിടയാകും. ഇന്ന് അനേകം യൗവനക്കാരെ നോക്കുമ്പോൾ അവരുടെ മനസ്സിൽ വിഷാദമുള്ളതായിട്ട് കാണാൻ കഴിയും. ഒരുപാട് മാനസിക വേദന അനുഭവിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ എത്രയോ സ്ത്രീകൾ ഭർത്താവിനാൽ വിഷാദം അനുഭവിക്കുന്നവർ, മാനസിക വ്യത അനുഭവിക്കുന്നവർ, നിരാശപ്പെട്ട് സങ്കടത്തോടെ മുന്നോട്ട് പോകുന്നവരുണ്ട്. എത്രയോ കുടുംബങ്ങളിൽ കണ്ണുനീരും ദുഃഖവും വേദനയും ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ഭർത്താവ് എന്നെ അപമാനിക്കാനിടയായി,
നിങ്ങൾ വിശ്വസിക്കുമോ? എത്രയോ ദുഷ്ടതയും ക്രൂരതയും നിറഞ്ഞതായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ടെന്നറിയാമോ? ഭാര്യയുടെ നഗ്നമായ ദൃശ്യങ്ങൾ എടുത്തിട്ട് നെറ്റിൽ ഇട്ടതായ ഭർത്താവിനെ എന്താണ് വിളിക്കേണ്ടത് പറയുക. അങ്ങനെയുള്ളതായ ഭർത്താവിനെ വിശ്വസിച്ച് തൻ്റെ ശരീരത്തെയും തൻ്റെ ജീവിതത്തെയും സകലത്തെയും സമർപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള അപമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സ് എത്രമാത്രം വേദനയുണ്ടാകും അറിയാമോ? അങ്ങനെ ക്രൂരന്മാരായ ഭർത്താക്കന്മാരെ കാണാൻ കഴിയും. ചില പുരുഷന്മാരെ അങ്ങനെ കാണുവാൻ കഴിയും. അതുപോലെ വളരെ ക്രൂരമായിട്ട് എൻ്റെ ഭാര്യ പരപുരുഷനുമായിട്ട് ബന്ധം പുലർത്തുന്നു, എൻ്റെ മുൻപിൽ വെച്ച് പോലും അവർ ബന്ധം പുലർത്തുന്നുണ്ട്. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ അപമാനം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മരിക്കാമെന്ന് വെച്ചാലോ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കും. നിന്നോട് ഞാൻ ക്ഷമിക്കാം, വരൂ എന്ന് പറഞ്ഞാൽ വരില്ല, നീ പോ എന്നാണ് പറയുന്നത്. ആ സഹോദരൻ വന്ന് പറയാനിടയായി. അവൻ്റെ ഹൃദയം എത്രമാത്രം വേദനിച്ചിരിക്കാം. ഇന്നുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ സ്നേഹമില്ലാതെ മത്സരവും വാശിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരെ എത്രയും വേദനിപ്പിക്കുകയാണെങ്കിൽ നന്നാണെന്ന് വിചാരിക്കുന്ന ക്രൂരന്മാർ പിശാചിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്ന അനേകർ വന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാമോ? കഴിഞ്ഞ ദിവസം ഞാൻ വാർത്ത കേട്ടു. ഒരു ദേവദാസൻ ദൈവവേലയ്ക്ക് വേണ്ടി പോയി. തിരികെ വന്നപ്പോൾ അദ്ദേഹത്തിന് 3 മക്കളെയും കൊന്നുകളയുവാനിടയായി. എത്ര ദാരുണമായ കാര്യമാണ്! 3 മക്കളെയും കൊന്നുകളയുവാനിടയായി. അദ്ദേഹം വന്നിട്ട് മക്കളുടെ മുൻപിൽ ഇരുന്നിട്ട് കരയുകയാണ്. അപ്പോൾ ഒരുവൻ വന്നിട്ട് പറയുകയാണ്, ഇപ്പോഴെങ്കിലും നീ പറ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച് കളയുമോ ഇല്ലയോ എന്നോ? ഞാൻ മാറില്ല, യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാതെ എനിക്ക് ഇരിക്കാൻ കഴിയില്ലെന്നപ്പോൾ പറഞ്ഞു. യേശുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ ആളുകൾ അങ്ങനെ നിരാശപ്പെടുന്ന സമയത്ത് പോലും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാനിടയാകും. എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ രാജ്യത്തിലായിരിക്കുമെന്ന പ്രത്യാശയോടെയായിരിക്കും. ഈ ജോലി പോയാൽ മറ്റൊരു ജോലി കിട്ടുമെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കാനിടയാകും. ഈ ഇന്റർവ്യൂവിൽ ഞാൻ പാസ്സായിട്ടില്ലെങ്കിൽ വേറെ നല്ല ജോലി എനിക്ക് ദൈവം നൽകാനിടയാകും എന്ന് പ്രത്യാശയോടെ മുൻപോട്ട് പോകും, അല്ലാതെ നിരാശപ്പെട്ടു പോകുകയില്ല. ചെറിയ വിഷയത്തിൽ പരാജയത്തിൽ നിരാശപ്പെട്ടു പോയാൽ നമുക്കൊന്നും നേടുവാൻ കഴിയത്തില്ല. ചെറിയൊരു പരാജയത്തിൽ തടസ്സത്തിൽ നിരാശപ്പെട്ടാൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. നിനക്ക് വരുന്ന എല്ലാ തോൽവികളും ഒരു ചവിട്ടുപടികളായിട്ട് നീ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു ഉപാധികളാക്കി നീ എടുത്താൽ, നിരാശപ്പെട്ടു പോകാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ദാവീദ് അവൻ്റെ വീട്ടിലെ ഇളയവനാണ്. ഇളയവനെ എല്ലാവർക്കും വലിയ കാര്യമല്ല. അതുകൊണ്ടായിരിക്കാം അവനെ ആടുകളെ മേയ്ക്കാൻ വേണ്ടി പറഞ്ഞുവിടാനിടയായത്. എന്നാൽ ദൈവം അവനെ തിരഞ്ഞെടുക്കുവാനിടയായി. നീ ഇസ്രായേലിന്റെ രാജാവാകണമെന്ന് പറഞ്ഞവനെ അഭിഷേകം ചെയ്തു. എന്നാൽ നിങ്ങൾക്കറിയാമോ, അഭിഷേകിക്കപ്പെട്ടതിന് ശേഷം അവൻ രാജാവാകുന്നതിന് വേണ്ടി ഏകദേശം 20 വർഷങ്ങൾ വേണ്ടി വന്നു. ഈ 20 വർഷങ്ങളുടെ ഇടയിൽ എത്രയോ തവണ കഷ്ടത വരാനിടയായി. എത്രയോ തവണ മാനസികമായ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എത്രയോ തവണ നിരാശ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അത് നിങ്ങളെപ്പോഴെങ്കിലും ബൈബിൾ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? സഹോദരങ്ങളാൽ അവൻ തള്ളപ്പെടുവാനിടയായി. യുദ്ധങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു. ശത്രുക്കളെ കീഴടക്കുവാനിടയായി. കല്യാണം കഴിച്ച ഭാര്യ പോലും എതിർക്കുവാനിടയായി. സ്വന്തം മകനായ അബ്ശാലോം എതിർക്കുവാൻ ഇടയായി. അവനെതിരായിട്ട് മാറിയിട്ട് എത്രമാത്രം ചതി ചെയ്തെന്നറിയാമോ? അവൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകളെല്ലാം മാറ്റി വേറെ പാർട്ടി രൂപീകരിച്ചു. എന്നാൽ ഏതെല്ലാം രീതിയിൽ അവൻ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടും അവൻ നിരാശപ്പെട്ടില്ല. തൻ്റെ ജീവൻ എടുക്കുന്നതിന് വേണ്ടി ശൗൽ അവനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അവൻ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു. ദൈവം എന്നെ രാജാവാക്കി മാറ്റുമെന്ന് പറഞ്ഞു. ദൈവം എന്നെ അഭിഷേകം ചെയ്തു. ഈ കഷ്ടതയും ഈ ബുദ്ധിമുട്ടും ഈ പോരാട്ടങ്ങളും ഈ ഞെരുക്കങ്ങളും എല്ലാത്തിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വിടുവിക്കുവാനിടയാകുമെന്ന് ദൈവത്തിൽ പ്രത്യാശയോടുകൂടി അവൻ മുൻപോട്ട് പോകുവാനിടയായി. നിങ്ങളുടെ ജീവിതത്തിൽ പരാജയവും നിരാശയും ഉണ്ടാകുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എന്നോട് നിങ്ങളത് പറയേണ്ട കാര്യവുമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ നിരാശപ്പെട്ട ഒരുപാട് സമയങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. ഉണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. കാരണം നമ്മെപ്പോലെ എല്ലാ വിഷയത്തിലും അവനും പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ പാപം ചെയ്യാത്തവനായി നിന്നു. അവൻ ജയം നേടുവാനിടയായി, മരണത്തെ ജയിക്കുവാൻ ഇടയായി. ആ കർത്താവിനെ നിന്റെ രക്ഷകനായി നീ സ്വീകരിക്കുകയാണെങ്കിൽ, നീ നിരാശപ്പെടുന്ന സമയത്ത്, നീ ഭാരത്താലും വിഷമത്താലും ആയിരിക്കുന്ന സമയം, നീ കർത്താവേ എന്ന് നിലവിളിച്ചാൽ അവൻ്റെ ആശ്വാസത്തിന്റെ കരം നിന്നെ ആശ്വസിപ്പിക്കാനിടയാകും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നീ ഞങ്ങളെ ദർശിക്കണമേ. എത്രയോ തവണകളിൽ ഞങ്ങളറിയാതെ തന്നെ ഞങ്ങൾ നിരാശയിൽ അകപ്പെട്ടു പോകുന്നു. മാനസികമായി തകർന്നു പോകുന്നപ്പാ, മാനസികമായി വീണു പോകുന്നു. ഹൃദയത്തിൽ വിഷാദം അനുഭവിക്കുന്നു. ജീവിതത്തോട് തന്നെ വിരക്തിയുണ്ടാകുന്നു. അങ്ങനെയുള്ളതായ സമയങ്ങളിൽ നിന്നിൽ പ്രത്യാശ അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
എന്നെ സ്നേഹിക്കുന്ന യേശു ഉണ്ടെന്നുള്ള പ്രത്യാശ എനിക്ക് നൽകണമേ. എടുത്തുചാടി തീരുമാനമെടുത്ത് മരണത്തിലേക്ക് ചൂടുവയ്ക്കാനുള്ളതായ ആഗ്രഹങ്ങളെ മാറ്റണമേ. മാറാരോഗങ്ങളായിരിക്കുന്ന അനേകം ആളുകളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുകയാണ്. പലവിധമായ ഭാരത്താലായിരിക്കുന്നവരെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാണപ്പാ. കുടുംബ പ്രശ്നങ്ങളിൽ, കലഹങ്ങളിൽപ്പെട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ സമാധാനമില്ലാത്തതായ കുടുംബങ്ങളെ ഈ ദിവസം വിടുവിച്ചെടുക്കുകയാണ്. നിന്റെ സ്നേഹത്താൽ അവരെ നീ നിറയ്ക്കുമാറാകണമേ. കുഞ്ഞുങ്ങളില്ലാത്തവരെ ഈ ദിവസം തന്നെ നീ ദർശിച്ചിട്ട് ഉദരഫലം ദൈവത്തിന്റെ ദാനമാണ്, മക്കൾ യഹോവ നൽകുന്ന അവകാശമെന്ന് അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരുടെ ഗർഭത്തെ നീ ഇന്ന് തുറക്കുമാറാകണമേ. വിവാഹം കഴിഞ്ഞിട്ട് കുടുംബത്തിൽ ഇപ്പോഴും സമാധാനമില്ലാതെ ജീവിക്കുന്ന അനേകം ആളുകളുടെ ജീവിതത്തിലെ പിശാചിന്റെ സകല ബന്ധനങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചെടുക്കുകയാണ്. അവരുടെ കുടുംബങ്ങളെ ഒരുമിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യൗവനമോഹങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ രോഗങ്ങൾ വരുത്തിവെച്ച് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തവരായി മുൻപോട്ട് പോകുന്ന ഒരുപാട് യൗവനക്കാരുണ്ട്. അവരെയെല്ലാം ഇന്ന് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ്. നിന്നിൽ പ്രത്യാശ അർപ്പിച്ച് പ്രയോജനമില്ലാത്തവരെ നീ പ്രയോജനമുള്ളവരാക്കി മാറ്റണമേ. ഞങ്ങളുടെ യൗവനക്കാരെ നീ ദർശിക്കുമാറാകണമേ. ആരോഗ്യം നഷ്ടപ്പെട്ട് ബലമില്ലാതായി വാർദ്ധക്യകാലത്തായിരിക്കുന്നവരെ, എന്റെ മക്കൾ എന്നെ നോക്കുന്നില്ല, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് ഭാരപ്പെടുന്ന വൃദ്ധ മാതാപിതാക്കളെ നീ ദർശിക്കണമേ. അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്ന വൃക്ഷമായിട്ട് നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദത്തം അവരുടെ ജീവിതത്തിൽ നിറവേറ്റിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.